എന്തിനാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കണമെന്ന് ചോദിച്ചാൽ ഫണ്ടമെൻ്റലായിട്ട് അതിന് ഒറ്റ ആൻസറേ ഉള്ളൂ. എന്താണ്? ഇവരെക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കാൻ. ഇപ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? കർത്താവിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? യോഹന്നാൻ 21:15 വായിച്ചേ. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ, അവരുടെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇത്രയേ ഉള്ളൂ സംഭവം. ക്രിസ്ത്യൻ ലൈഫ് അഭിവൃദ്ധി പ്രാപിക്കാൻ വേണ്ടി ഈ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. നീ എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിക്കുമ്പോഴും നീ പറഞ്ഞ IELTS പാസ്സാകാനാണ്, വസ്തു വിൽക്കാനാണ്, ജപ്തി മാറാനാണ്, രോഗം മാറാനാണെന്നൊക്കെ നീ പറയാല്ലേ. അതെല്ലാം പ്രാഥമികമായിട്ടുള്ള മാനുഷികവും ജഡികവുമായിട്ടുള്ള ഉത്തരവാണ്. അത് നിന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാകാം. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാകണമെന്നില്ല. കാര്യം എന്താണ്? അതുകൊണ്ട് ദൈവത്തിന് എന്താണ് പ്രയോജനം? അതാണ് ചോദിക്കണേ. അപ്പോൾ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ ബൈബിൾ നൽകുന്നത്. എന്താണ് അത്? യോഹന്നാൻ 21:15. എന്താണ്? നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. എന്തിനാണ് ഉടമ്പടി എടുത്ത് ജീവിക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം എന്താണ്? എല്ലാവരേക്കാൾ അധികമായി എൻ്റെ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാനാണ്. അപ്പം അങ്ങനെ ദൈവത്തിനെ തന്നെ സ്നേഹിക്കുന്നു എന്ന് തോന്നിയാൽ, ദൈവത്തിന് അങ്ങനെ നീ ദൈവത്തെ സ്നേഹിക്കുന്നു തോന്നിയാൽ, എല്ലാവരെക്കാളും ഇവർ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ ജീവിതം തന്നെ ദൈവസ്നേഹത്തിൻ്റെ ജീവിതമാണെന്ന് തോന്നിയാൽ, കർത്താവിൻ്റെ വചനം അനുസരിച്ചാണ് നീ ജീവിക്കണമെന്ന് ദൈവത്തിന് തോന്നിയാൽ, പിന്നെ നിനക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല.